My dear students, ഇന്ന് നമുക്ക് പുതിയൊരു പോർഷൻ പഠിക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റ്. മലയാളത്തിലെ സാധാരണ പലിശ എന്ന് പറയാറുണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുല സിമ്പിൾ ഇൻട്രസ്റ്റ് എസ് അല്ലെങ്കിൽ PNR/100 എന്ന് കൊടുത്തിട്ടുണ്ട്. പി എന്താണ്? പ്രിൻസിപ്പൽ എമൗണ്ട്, നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട്. പി പ്രിൻസിപ്പൽ, n നമ്പർ ഓഫ് ഇയേഴ്സ് ആർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് PNR/100 എന്നാണ് അത് ബേസിക് ഫോർമുല. നമ്മൾ ഇന്ന് കഴിയുന്നതും ഫോർമുലകൾ യൂസ് ചെയ്യാത്ത രീതിയിലായിരിക്കും ഞാൻ പഠിപ്പിക്കാൻ ശ്രമിക്കുക. തീരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിനകത്ത് വരാറില്ല. പ്രത്യേകിച്ച് SSC റാങ്ക്, റെയിൽവേക്ക്, PSCക്കൊക്കെയാണ് കൂടുതലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇത് PM എന്നോ നിന്നിട്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക അങ്ങനെയൊക്കെ ഉള്ളത്. അത്തരം ക്വസ്റ്റ്യൻസ് അല്ല നമുക്കിവിടെ കൂടുതലും വരുന്നത്. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ പറയുന്നു. A certain sum of money at a simple interest amounts to rupees 1500 in 2 years and to rupees 1650 in 5 years. Then the sum is another question. ഇവിടെ എന്ത് പറയുന്നു? ഒരു എമൗണ്ട് ഒരു ബാങ്കിൽ കൊണ്ടിട്ട സമയത്ത് 2 വർഷം കഴിഞ്ഞപ്പോൾ 1500 രൂപയായി, 5 വർഷം കഴിഞ്ഞപ്പോൾ 1650 രൂപയായെങ്കിൽ നിക്ഷേപിച്ച തുക എത്ര? പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര? സം എത്ര എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എമൗണ്ട് ആഫ്റ്റർ 2 years എന്താണ്? 1500. അതുപോലെ എമൗണ്ട് ആഫ്റ്റർ 5 years 1650. ഈ രണ്ട് കണ്ടീഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. എമൗണ്ട് ആഫ്റ്റർ 2 years 1500 എമൗണ്ട് ആഫ്റ്റർ 5 years എന്താ? 1650. അപ്പൊ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാവും. ഇത് ആഫ്റ്റർ 2 years ആഫ്റ്റർ 5 years ആണ്. ഇതിന്റെ ഗ്യാപ്പ് എത്ര? ഡ്യൂറേഷൻ എത്രയാണ്? 3 വർഷം. ഈ 3 വർഷം കൊണ്ട് 3 years കൊണ്ട് എത്ര ഇൻക്രീസ് ചെയ്തു? ഇതിന്റെ ഇതിൽ മൈനസ് ചെയ്താൽ 150 rupees ഇൻക്രീസ് ചെയ്തു. അല്ല 1500 1650. എത്ര വർഷം കൊണ്ട്? 3 വർഷം കൊണ്ട്. ആ ഈ എമൗണ്ട്, ഈ 150 എന്ന് പറയുന്നപ്പോ എന്തായിരിക്കും? ഇൻട്രസ്റ്റ് ആയിരിക്കില്ലേ? അപ്പോ സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 3 years ആയിരിക്കും 150 അല്ലെ? സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 3 years ആയിരിക്കും 150. കാരണം 2 വർഷം കഴിയുമ്പോൾ ഇത്, 5 വർഷം കഴിയുമ്പോൾ ഇതിന്റെ ഡിഫറൻസ് ആയിരിക്കും ഇൻട്രസ്റ്റ് അല്ലെ? നമുക്ക് അറിയാന്നുള്ള എന്താണെന്ന് പറയാം, എമൗണ്ട് ആഫ്റ്റർ 2 years ആണ്. അതുകൊണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 2 years ഞാൻ കാണും. 3 വർഷത്തേക്ക് 150, 1 വർഷത്തേക്ക് 50 അല്ലെ? 2 വർഷത്തേക്ക് എത്ര? 100 rupees ആയിരിക്കും. മനസ്സിലായോ? സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 2 years ഉണ്ടായിരിക്കും. ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് എന്താ? എമൗണ്ട് ആഫ്റ്റർ 2 years എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? 2 വർഷം കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഇൻക്ലൂഡിംഗ് ഇൻട്രസ്റ്റ് അല്ല. അപ്പൊ 2 വർഷത്തെ ഇൻട്രസ്റ്റോടെ ചേർന്നതല്ലേ ഇത്? അങ്ങനെയാണെങ്കിൽ ആ സം ഈ എത്ര ആയിരിക്കും കാണാൻ എന്ത് ചെയ്യണം? ഈ 1500 ഈ 100 മൈനസ് ചെയ്താൽ പോലെ. അപ്പൊ 1400 ആയിരിക്കും ആൻസർ അല്ലേ? 1400 rupees ആയിരിക്കും ആൻസർ. അതോടെ മനസ്സിലായോ? മനസ്സിലായി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ. മനസ്സിൽ ചെയ്യാനേ ഉള്ളൂ. ഞാൻ സ്റ്റെപ്പ് എഴുതി കാണിച്ചതേ ഉള്ളൂ. ഇപ്പൊ എമൗണ്ട് ആഫ്റ്റർ 2 years 1500, എമൗണ്ട് ആഫ്റ്റർ 5 years 1650. ഗ്യാപ്പ് ഡ്യൂറേഷൻ 3 വർഷമാണ്. 3 വർഷം കൊണ്ടാണ് ഈ ഇത്ര ഇൻക്രീസ് ചെയ്തത്. ഇൻക്രീസ് ചെയ്ത എമൗണ്ട് 150. അപ്പോ അത് 3 yearsന്റെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരിക്കും. നമുക്ക് വേണ്ട 2 വർഷത്തെ മതി. കാരണം എന്താ? എമൗണ്ട് ആഫ്റ്റർ 2 years ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ 2 years കണ്ടത്. അത് മനസ്സിലായല്ലോ? 3 years 150 ആകുമ്പോൾ 1 വർഷം 50 അല്ലേ? പിന്നെ 2 years 100 അല്ലേ? അപ്പൊ 2 വർഷത്തെ ഇൻട്രസ്റ്റിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് കിട്ടും. 1500 വരുന്നത് ഈ 100 മൈനസ് ചെയ്യും. 1400. ഓക്കെ. അടുത്ത ഇതിന് സിമിലർ ആയിട്ടുള്ള വേറെ ക്വസ്റ്റ്യൻ പറയാൻ ശ്രമിക്കുകയാണ്. നോക്കുക. Sum of money at a simple interest amounts to rupees 2075 in 3 years and rupees 2125 in 5 years. Then the sum is enough. നേരത്തെ പറഞ്ഞതിന് അതേപോലത്തെ അതിന് സിമിലർ ആണ്. ഇയറിന് ഡിഫറൻസ് ഉണ്ട്, എമൗണ്ടിന് ഡിഫറൻസ് ഉണ്ട്. നേരത്തെ പറഞ്ഞത് ആഫ്റ്റർ എമൗണ്ട്സ് ടു ഇത്ര ഇൻ 2 years ആയിരുന്നു. 3 years ആണ്. നോക്കാം. എമൗണ്ട് ആഫ്റ്റർ 3 years എത്രയാണ്? 2075. എമൗണ്ട് ആഫ്റ്റർ 5 years 2125 ആണ്.
The gap of 2 years about simple interest for 2 years and the difference of 50 area. The difference 50 area. 50 area നമുക്കിവിടെ വേണ്ടത് എന്താണ്? എമൗണ്ട് ആഫ്റ്റർ 3 years ആണ്. 3 വർഷം കഴിയുമ്പോഴുള്ള എമൗണ്ട് ആണ്. എമൗണ്ട് ഇൻക്ലൂഡിംഗ് ഇൻട്രസ്റ്റ് ആഫ്റ്റർ 3 years ആണ്. അപ്പൊ 3 years 3 വർഷത്തെ പലിശ കാണേണ്ടത് 2 വർഷത്തെ ഇൻട്രസ്റ്റ് ഇല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 3 years കാണണം. 2 വർഷത്തെ 50 ആണ്, 3 വർഷത്തേക്ക് 75 അല്ലേ? ക്വസ്റ്റ്യൻ മനസ്സിലാക്കി ചെയ്യണം. അപ്പൊ 3 വർഷത്തെ ഇൻട്രസ്റ്റ് കിട്ടി. ഇതല്ലേ എമൗണ്ട് ഇൻക്ലൂഡിംഗ് ഇൻട്രസ്റ്റ്. അപ്പൊ എമൗണ്ട് ആ പീസ് പ്രിൻസിപ്പൽ എമൗണ്ട് കാണാൻ എന്ത് ചെയ്യണം? ഈ 2075 നിന്ന് ഈ 75 rupees മൈനസ് ചെയ്യണം. 2000 ആയിരിക്കും എമൗണ്ട് റുപ്പീസ് 2000 ആയിരിക്കും ആൻസർ. മനസ്സിലായോ? രണ്ടും ഒരേ മോഡലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. A sum of money amounts to rupees 850 in 3 years and to rupees 935 in 4 years at some rate of simple interest. Then the rate is rate of interest എന്നാണ്. മനസ്സിലായോ? ഒരു എമൗണ്ട്, ഒരു പ്രത്യേക എമൗണ്ട് 3 വർഷം കഴിഞ്ഞപ്പോൾ 850 rupees ആയി, 4 വർഷം കഴിഞ്ഞപ്പോൾ 935 rupees ആയി. അങ്ങനെയാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര? ഏത് റേറ്റിലാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തപ്പോഴാണ് ഇത് സംഭവിച്ചതെന്നാണ് ചോദ്യം. എങ്ങനെ ചെയ്യും? എമൗണ്ട് ആഫ്റ്റർ 3 years തരുന്നുണ്ട്, എമൗണ്ട് ആഫ്റ്റർ 4 years തരുന്നുണ്ട് അല്ലേ? എമൗണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ഒന്നും എഴുതുന്നത്. എമൗണ്ട് ആഫ്റ്റർ 3 years ആരാ? 850. എമൗണ്ട് ആഫ്റ്റർ 4 years ആരാ? 935. നമുക്ക് ഇതിന് ഇങ്ങനെ വിചാരിക്കാം. 3-ാം വർഷം 850 rupees ഉണ്ട്, 4-ാമത്തെ വർഷമായിട്ട് ഇതായി. അതായത് നമുക്ക് ഇങ്ങനെ ഇതിനെ വിചാരിച്ചൂടെ? 850 rupees ഒരു ബാങ്കിൽ കൊണ്ടിട്ടു, 1 വർഷം കഴിഞ്ഞപ്പോൾ 935 ആയെന്ന് വിചാരിച്ചൂടെ? ഇതാണ് ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്തൂടെ? ഈ ക്വസ്റ്റിനെ വേറെ നമ്മൾ മാറ്റുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 3 വർഷം കഴിയുമ്പോൾ എമൗണ്ട് ആണ്. ഇത് 4 വർഷം കഴിയുമ്പോഴുള്ള എമൗണ്ട് ഇൻക്ലൂഡിംഗ് ഇൻട്രസ്റ്റ് ആണ്. ഞാൻ അങ്ങനെ എടുക്കുന്നില്ല. ഇതാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് ആയിട്ട് അസ്യൂം ചെയ്തത്. 3 വർഷം കഴിഞ്ഞ എമൗണ്ട് ഇതല്ലേ? അത് കഴിഞ്ഞ് 1 വർഷം കൂടെ കഴിയുമ്പോഴല്ലേ ഇതാകുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ വിചാരിക്കാന്ന് ഞാൻ പറഞ്ഞ പി എന്ന് പറയുന്നത് 850 ആയിട്ട് എടുക്കുക. ഇതിന്റെ ഡിഫറൻസ് എത്ര വരും? ഇതിൽ നിന്നാണ് മൈനസ് ചെയ്യുന്നത്. 85 വരും അല്ലേ? 850 85 ആഡ് ചെയ്യുമ്പോഴല്ലേ 935 വരുന്നേ. അപ്പോ പ്രിൻസിപ്പൽ എമൗണ്ട് 850, ഈ 85 എന്ന് പറഞ്ഞാൽ എന്തായാലും ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇത് എത്ര വർഷമാണ്? 1 വർഷമല്ലേ? മനസ്സിലാക്കാനാണ് എഴുതിയത് ഞാൻ. അപ്പൊ എന്ന് പറയുന്നത് 1 year ആയിരിക്കും. 1 വർഷം കൊണ്ടല്ലേ? 3-ാമത്തെ വർഷം 4-ാമത്തെ വർഷം. അപ്പൊ ഇത് 1 വർഷം കഴിയുമ്പോഴാണ്. നമുക്കിനി 6 കണ്ടുപിടിക്കുക എന്നുള്ള രീതിയിൽ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്യാം. നമ്മൾ ഫോർമുല പഠിച്ചിട്ടുണ്ടല്ലോ, I = PNR/100. അപ്പൊ ഇവിടെ 85 വരും. ഇത് 850 × N1 ആണ്, 6 ആണ് കാണേണ്ടത്. ആൻസർ അവിടെ നിന്ന് കിട്ടും. ഫോർമുല യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ഇവിടെ നോക്കൂ. അപ്പൊ ഇവിടെ അതാണ്ടോ ഈ ഒരു 0 ക്യാൻസൽ ചെയ്യാം, പിന്നെ ഇത് ക്യാൻസൽ ചെയ്യാം. ക്രോസ് ചെയ്യുമ്പോൾ 6 = എത്ര? 10% എന്ന് വരും. ചെയ്തു നോക്കാതെ പറയാം. നമുക്ക് ഇതൊന്നും ചെയ്യാതെ തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. 850 rupees ഇൻട്രസ്റ്റ് 85 ആകണമെങ്കിൽ റേറ്റ് എത്ര? 10% ആയിരിക്കും. മനസ്സിലാകുന്നില്ലേ? 850-യുടെ 10% അല്ലേ 85. ഇത് ചെയ്തു നോക്കാതെ തന്നെ നമുക്ക് റേറ്റ് എത്രയെന്ന് പറയാൻ പറ്റുള്ളൂ. വളരെ എളുപ്പത്തിൽ 10% 10% ആണെന്ന് പറയാം. മനസ്സിലായോ? നിങ്ങൾ എഴുതി കാണിച്ചതേ ഉള്ളൂ. അപ്പൊ ഈ മെത്തേഡ് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഇതിലെ ചെറിയൊരു മാറ്റം വരുത്തി പുതിയൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. ഇവിടെ എന്ത് പറഞ്ഞിരിക്കുന്നു? സം ഓഫ് മണി ഇതിനെ 1050 ആകുന്നു. In 5 years and to rupees 1470 in 7 years. Then the rate of interest is in the question.
ഇവിടെ എങ്ങനെ വരും? ഇവിടെ പി ആയിട്ട് ആരായിട്ട് എടുക്കുക? ഇത് മനസ്സിലായില്ലേ? ഇത് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോ 1470 നിന്ന് 1050 മൈനസ് ചെയ്താൽ മതി. എത്ര വരും? ഇവിടെ എത്ര? 420 വരില്ലേ? അപ്പൊ അതാണ് ഈ ഇൻട്രസ്റ്റ്. ഫോർമുല ഏതാണ്? PNR/100. അപ്പൊ I എന്ന് പറയുന്നത് 420 വരും. P എന്ന് പറയുന്നത് 1050 ആണ്. ഇൻറ്റു N ഒന്നാണല്ലോ, ഒന്നല്ല. ഇവിടെ 5 വർഷം കഴിഞ്ഞിട്ട് ഒരു എമൗണ്ട് 5 വർഷം കഴിയുമ്പോഴാണ് 1050 ആകുന്നത്. ഇത് 7 വർഷം കഴിയുമ്പോഴാണ്. ജസ്റ്റ് മാറിയിട്ടുണ്ട്. നേരത്തെ ആണെങ്കിൽ 3rd ഇയർ 4th ഇയർ ആയിരുന്നു. 1 വർഷത്തെ ഡിഫറൻസേ ഉള്ളൂ. ഇവിടെ അത് 5 വർഷം കഴിയുമ്പോൾ ഇത് നമ്മൾ ഇട്ട എമൗണ്ട് ആയിട്ട് എടുത്താൽ പിന്നെ 2 വർഷം കഴിഞ്ഞിട്ടല്ല, 2 വർഷം കഴിയുമ്പോഴാണ് ഈ പലിശ ഉണ്ടാകുന്നത്, ഇൻട്രസ്റ്റ് കിട്ടും. അപ്പൊ N എന്ന് പറയുന്നത് 2 ആയിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? റൈറ്റ്. ഇവിടെ ചെയ്യാത്ത ഇത്രയേ ഉള്ളൂ സംഭവം. മനസ്സിലായോ? 2 കിട്ടിയതിനാണ്. മനസ്സിലായില്ലേ? അത് 5 വർഷം കഴിയുമ്പോഴുള്ളത്, ഇത് 7 വർഷം. 5 വർഷം കഴിഞ്ഞ എമൗണ്ട് പിന്നെ 2 വർഷം കഴിയുമ്പോഴല്ലേ ഇതായത്. അതിന്റെ ഡിഫറൻസ് 420 ആണ് 2 വർഷത്തെ ഇൻട്രസ്റ്റ്, 2 years. ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും? എന്താ എളുപ്പമാണ്. 150 കൂടെ എടുക്കുമ്പോൾ 4 ആവില്ലേ? 4 കൂടെ കൂടെ അപ്പൊ 2 ആവില്ലേ? അപ്പൊ ക്രോസ് ചെയ്യുമ്പോൾ 6 എത്രയാണെന്ന് കിട്ടും? 20%. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് വേറൊരു മോഡൽ ക്വസ്റ്റൻ ആണ്. സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഫസ്റ്റ് വീഡിയോയില് ഒരുവിധം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, അത്ര ടഫ് അല്ലാത്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും പറയുക. നോക്കൂ, a certain sum of money at a simple interest becomes 2 times in 5 years. Then R is, rate of interest is എന്നാണ് ക്വസ്റ്റ്യൻ. ഒരു പ്രത്യേക എമൗണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് കണക്കാക്കുന്ന രീതിയിൽ ബാങ്ക് നിക്ഷേപിച്ചു. അപ്പോൾ 5 വർഷം കഴിഞ്ഞപ്പോൾ അത് ഇരട്ടിച്ചു, 2 times ആയി. അങ്ങനെയാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര. അപ്പൊ 5 വർഷം കഴിയുമ്പോൾ അത് ഡബിൾ ആവും. അപ്പൊ നമ്മൾ 1 lakh കൊണ്ടിട്ടാൽ 5 വർഷം കഴിയുമ്പോൾ 2 lakhs ആവും. ഇപ്പൊ നമ്മള് 2000 ഒരു 1 lakh കൊണ്ടിട്ടെന്ന് കരുതും. അപ്പൊ 2005 2 lakhs ആവുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്നതിന്റെ മീനിങ്. 5 വർഷം കൊണ്ട് അത് ഡബിൾ ആവും, ഇരട്ടി. 2000 1 ലക്ഷം ഇട്ടാൽ 2005 2 ലക്ഷം ആവുന്നതാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? 1 lakh ഇൻട്രസ്റ്റ് ആണ്, ഡബിൾ ആകുമ്പോൾ 1 lakh ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ പ്രിൻസിപ്പൽ എമൗണ്ടിന് തുല്യമായിട്ട് എന്തൊരു ഇൻട്രസ്റ്റ് വരും. അതിന്റെ അർത്ഥം എന്താ? Pയും Iയും ഈക്വൽ ആവും എന്നാണ് ഇതിന്റെ മീനിങ്. ഇത്രേ ഉള്ളൂ. sum of money at simple interest becomes 2 times in 5 years എന്ന് പറയുമ്പോൾ P equals I, I sum P. പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻട്രസ്റ്റ് ഈക്വൽ ആണ് എന്നാണ് ഇതിന്റെ മീനിങ്. റൈറ്റ് കാണുക. ഞാനത് ഫോർമുലയുടെ സഹായത്തിൽ പറയാൻ ശ്രമിക്കുകയാണ്. നമുക്ക് ഇതാണ് ഫോർമുല. നമുക്കറിയുന്നത് I equals PNR/100 ആണ്. അപ്പൊ നമുക്ക് ഐക്ക് എന്ത് തന്നെ കൊടുക്കാം? P തന്നെ ഇട്ട് ചെയ്യാം. അല്ല, Pക്ക് Iക്ക് P കൊടുത്തിട്ട് കാര്യമില്ല. എന്നത്ര? 5 വർഷം, 5 years അല്ലേ? ഇൻറ്റു 6 ആണ്. അപ്പൊ ആൻസർ ആയത് ഇത് രണ്ടുകൂടെ ക്യാൻസൽ ചെയ്ത് പോകും. ഇത് 20 ആയി. അതായത് R equals എത്ര? 20%. പക്ഷെ ഈ കണ്ടീഷൻ അറിയണം. ഒരു പ്രത്യേക എമൗണ്ട് 5 വർഷം കഴിയുമ്പോ 2 times ആയി, twice ആയി, 2 times ഇരട്ടിച്ചെന്ന് പറയുമ്പോ ഇട്ട എമൗണ്ട് തന്നെ പലിശ കിട്ടിയെന്നാണ്. പൈസയും P ആയെന്നുള്ള തോന്നലാണ്. പക്ഷെ ഇതൊന്നും ആലോചിക്കേണ്ട. വേറൊരു കൊച്ചു ഫോർമുല പഠിച്ചിരുന്നാൽ ഈ ഫോർമുല പഠിക്കാതെ തന്നെ ചെയ്യാം. ഞാൻ അത് പറഞ്ഞു കൊടുക്കാറുണ്ട് പൊതുവെ. NR equals 100 into K minus 1. എന്ന നമ്പർ ഓഫ് ഇയേഴ്സ്, R റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, K എന്ന് പറഞ്ഞാൽ ടൈംസിനെ കുറിക്കുന്നത്, K ടൈംസ്. അപ്പൊ N എന്ന് പറയുന്നത് എത്ര? 5 years റേറ്റ് ആണ് കാണേണ്ടത്. 100 into K ടൈംസ്. ഇവിടെ എത്ര? 2 times ആണ്. 2 minus 1 ആണ്. ക്യാൻസൽ ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. R equals 20%. ഇത് പഠിച്ചിരുന്നാൽ ഇത്രയും എഴുതേണ്ട ആവശ്യമില്ല. ഇത് മനസ്സിലാക്കിയിരുന്നാലല്ലേ ഇതിൽ കൊടുക്കാൻ പറ്റും. ഇതാകുമ്പോ ഒന്നും അറിയണ്ട. NR equals 100 into K minus 1. എന്താ നമ്പർ ഓഫ് ഇയേഴ്സ്? R റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. K ഏതാണ്? ടൈംസ്. K times, 2 times, 3 times. ഓക്കെ, മനസ്സിലായല്ലോ? ഇതിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ മാറ്റാം. A certain sum of money at a simple interest becomes 3 times. 3 times in 8 years. 3 times in 8 years, then rate of interest is. നമുക്ക് രണ്ടാമത്തത് അപ്ലൈ ചെയ്യാം.
എന്താണ് NR equals 100 into A minus. മറ്റേ ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാം, 1 ലക്ഷം ഇട്ടാൽ 8 വർഷം കഴിയുമ്പോൾ 3 ലക്ഷം ആവും. അപ്പോ അതിന്റെ അർത്ഥം എന്താ, പലിശ 2 ഇരട്ടി. അപ്പോ അതായത് ഇപ്പൊ നോക്കി, 2000-ൽ 1 lakh ഇട്ടാൽ 2008-ൽ 3 lakhs എന്നോ, അപ്പൊ 2 lakhs ഇൻട്രസ്റ്റ് അല്ലേ, 2 lakhs ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇൻട്രസ്റ്റ് I എന്ന് പറയുന്നത് 2p ആവും. ഐക്ക് വിവരം കൊടുക്കേണ്ടി വരും, 2p. അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അതൊന്നും ആലോചിക്കേണ്ട, നമ്മൾ ഈ ഒരു ഫോർമുല പഠിച്ചാൽ അതൊന്നും ഓർക്കേണ്ട കാര്യമില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോ എത്ര ഇവിടെ 8 ആണ്. 8 ആണ് കാണേണ്ടത്. 100 into K എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 minus 1 2 അല്ലേ, ഇതിനായിട്ടുമ്പോൾ 4 ആയി. R equals 25%. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമായി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ.